ബൈ. ബൈ. ഹലോ, ഞാൻ സഹായിക്കട്ടെ? ഓക്കെ. ഇയാളെയാണ് ഓടിക്കാർ ഇടിച്ചിട്ട് പോയത്. പേര് രവി, സർനെയിം ചമർ, സ്ഥലം ബീഹാറിലെ നവാഡ. തൊണ്ടയിൽ തുടിക്കുന്ന ഈ ജീവൻ എപ്പോൾ നിലയ്ക്കുമെന്നറിയില്ല. ഈ വിവരം ഇയാളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാതിലെത്തുമെന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളെന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഇയാൾ ജോലി ചെയ്ത ആ വലിയ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം. See, love is just a part of life. You should celebrate life. Be happy. Move on. ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞതേ ഈ അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. നീലായിരുന്നെങ്കിൽ ബസ് സ്റ്റോപ്പിനോടോ ആ കല്ലിനോടോ അവിടുത്തെ മലയോടോ പറഞ്ഞേനെ. ഐ ഡോണ്ട് ലൈക്ക് അഡ്വൈസസ്. സോ See, ഇപ്പൊ ലവ് ഫെയിലിയർ എന്ന് വെച്ചാ ക്ലീനായി ഷേവ് ചെയ്തിട്ട് അടിപൊളി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റേറ്റസ് സിംഗിൾ എന്ന് മാറ്റിയിട്ട ലവ് ഫെയിലിയർ. ഈ താടിയെല്ലാം വെച്ചിരിക്കുന്നത് ഓൾഡ് ഫാഷൻ. ദിസ് ഇസ് നോട്ട് അഡ്വൈസ്, ജസ്റ്റ് ആൻ അപ്ഡേറ്റ്. വലിയ ഉപകാരം. താങ്ക്സ് ഫോർ ദി അപ്ഡേറ്റ്. മാഡം, വണ്ടി റെഡിയാണേ? താങ്ക്സ്. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഹലോ, ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. ഞാനും വണ്ടി തള്ളണമെന്നേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാ. എന്നെ കൊണ്ട് തള്ളിച്ചില്ലേ 2 കിലോമീറ്റർ. ആ വണ്ടി എടുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാ. ഈ താടിയും ഇതൊക്കെ ഈ ലവ് ഫെയിലിയർ മാത്രമല്ല, ഞാനൊരു കള്ളനും കൂടിയാണ്. അന്ന് ആ 3 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ കൊടുത്തെന്ന് അറിയില്ലല്ലോ. ചേട്ടാ 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 ചേട്ടത്തെ പൈസ ഇരിക്കുന്നു. ചേട്ടാ മോഷ്ടിക്കുന്നതേ തെറ്റ്. അത് വേറൊരാൾക്ക് വേണ്ടി മോഷ്ടിക്കുന്നത് അതിലും വലിയ തെറ്റ്. അതും വേറൊരുത്തൻ പൈസ കൊണ്ടുതരും എന്നുള്ള പ്രതീക്ഷയിൽ മോഷ്ടിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റ്. പക്ഷെ എനിക്ക് ഇന്ന് വരെ ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതം മുഴുവൻ കള്ളനെന്ന കുറ്റബോധത്തോടെ ജീവിക്കുന്നത് എത്രത്തോളം ഭീകരമാണെന്ന് ഒരു കള്ളനായാൽ മാത്രമേ മനസ്സിലാവൂ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റബ്ബർ മോഷ്ടിച്ചു. ചന്ദനത്തിൻ്റെ മണമുള്ള പിങ്ക് കളർ റബ്ബർ. 3 ആയാലും 3 ലക്ഷം ആയാലും കള്ളം കള്ളം തന്നെയാ. ഞാൻ ആശ്ചര്യമായി എടുത്തത്. നീ നിന്റെ ആവശ്യത്തിനായി മോഷ്ടിച്ചു, അതാണെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇറ്റ്സ് ഓക്കെ. ഷിറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. യു ടു മൂവ് ഓൺ. ഞാനൊരു കള്ളൻ മാത്രമല്ല, ഒരു കൊലപാതക കൂടിയാണ്. എ മർഡറർ. വാട്ട്? സൗമ്യ പോയ ദിവസം രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ അന്നത്തെ സായനപത്രം വായിച്ചത്. 65 വയസ്സുള്ള റഹീം എന്ന മധ്യവയസ്കനെ വേളാച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുകിട്ടി. അയാൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ടിരുന്നതാണോ? ഞാൻ പൈസ എടുത്ത സമയം അയാൾ സീറ്റിലിരിക്കുകയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം പത്രത്തിൽ എഴുതിയിരുന്നത് അയാൾ വീണ് കിടക്കായിരുന്നു എന്നാണ്. ചിലപ്പോൾ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ പൈസ നഷ്ടപ്പെട്ട വിഷമത്തിൽ അയാൾ അറ്റാക്ക് ഒന്ന് മരിച്ചതാണെങ്കിലോ? ഞാൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി. എന്താ വേണ്ടേ? മഴ കാരണം കയറിയതാ സാർ. അവിടെ സർ, റഹീം ഭായിയുടെ അത് എൻ്റെ മൂത്താപ്പയാണ്. അവിടെ വെച്ച് സാർ വരും. എടോ 516, ആ ഫയൽ കറക്റ്റായിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചതാ. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ആരാ റഹീം ഭായ്? സർ, എന്നാ 1 ലക്ഷം കൈപ്പറ്റിയതായിട്ട് ഒപ്പിട്ടതാ.
സാറേ സാറേ ആ എന്താ വേണ്ടേ? ഇതിൽ 5 ലക്ഷം ഉണ്ടെന്നാ പറഞ്ഞ, പക്ഷെ 5000 ഉള്ളൂ. അപ്പൊ ആ പണം? ഇത് കണ്ടില്ലേ, കള്ളൻ എഴുത്തെഴുതി വെച്ചേക്കുന്നത്. ക്ഷമിക്ക് സാറേ, 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഈ കാശുണ്ടെങ്കിൽ ഈ ജീവിതം മാറി മറിയുമെന്ന് 3 മാസത്തിൽ തിരിച്ചു തന്നേക്കാം. നിങ്ങളുടെ അഡ്രസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണം പ്രഭു. വിലാസം എല്ലാം ഉണ്ടല്ലേ? അതല്ല സാറേ, നമ്മളെക്കാളും വലിയ കിലാടിയാണെന്ന് തോന്നുന്നല്ലോ. എടോ, ആ കാശിങ്ങനെ നേടൂ. എന്നാ എടുക്കുന്ന ഊതിയോ? എല്ലാം അതുപോലെ ഉണ്ട്. 1.95. അപ്പോൾ ഇൻസ്പെക്ടർക്ക്, സബ് ഇൻസ്പെക്ടർക്ക്, പിന്നെ നമുക്ക് 3 പേർക്ക് എന്നിട്ട് കവറിലിട്. ആ എന്നാ, ഈ മാസത്തെ ആശുപത്രി ചെലവ് ഇങ്ങനെ അങ്ങ് പോയി കിട്ടി. ആ വരാനുള്ളത് വഴി തങ്ങില്ല. കള്ളൻ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും, പോലീസുകാർ നമ്മുടെ കയ്യിൽ നിന്നും കള്ളൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കും, ആശുപത്രിക്കാർ കള്ളൻ്റെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരു പക്ഷഭേദവും ഇല്ലാതെ പിടിച്ചു പറിക്കും. ജയ് ജനാധിപത്യം. താങ്ക്സ്. ദാ ഇവിടെയാ എൻ്റെ വീട്. നിന്റെ വീടോ? എൻ്റെ റൂം ആ ഓറഞ്ച് ബിൽഡിങ്ങിനടുത്ത് ആസ്പെറ്റോസ് ഇട്ട ബ്ലൂ കളറില്ലേ? അതെ. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്തതുകൊണ്ടാണ് എൻ്റെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞത്. ഇനി അബദ്ധത്തിലെങ്ങാനും എന്നെ കണ്ട എന്നെ അറിയാത്ത പോലെ നടന്നേക്കണം. ഓക്കെ, ബൈ. ഹലോ, നിനക്ക് അഡ്വൈസ് ഇഷ്ടമല്ലെന്നറിയാം, എന്നാലും 3 അഡ്വൈസ്. എന്താ? 1, ഇനിമേൽ സ്ട്രേഞ്ചേഴ്സിനോട് ഒരിക്കലും നിന്റെ കഥ പറയരുത്. പിന്നെ എല്ലാവരും എന്നെ പോലെ നല്ലവരായിരിക്കുമെന്ന് വിചാരിക്കാൻ വേണ്ട. ഓ, അടുത്ത്. 2, നീ മാത്രമല്ല മോഷ്ടിച്ചത്, ആ പോലീസുകാരനും മോഷ്ടിച്ചു, ഞാനും മോഷ്ടിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾ മരിക്കുന്നതിന് കാരണക്കാരാകുന്നു. സോ യു ഷുഡ് ജസ്റ്റ് മൂവ് ഓൺ. അതല്ലേ? ഓക്കെ, ബൈ. പോവല്ലേ, ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? ഇനി മുതൽ സിഗരറ്റ് വലി നിർത്ത്. എന്തേ, ക്യാൻസർ പിടിപെടുവോ? ഇല്ല, നിനക്ക് വലിക്കാൻ അറിയില്ല, അതാ. ബൈ. രാമേശ്വരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ധനുഷ്കോടിയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ റോന്തു ചുറ്റിയ ശ്രീലങ്കൻ നാവികസേന മത്സ്യത്തൊഴിലാളികളുടെ നേരെ വെടിയുതിർക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ധനുഷ്കോടി ഉൾക്കടലിൽ 4 ചെറിയ കപ്പലിൽ റോന്തു ചുറ്റിയ നാവികസേന അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളായ 100-ലധികം തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ വെടിയേറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ തത്സമയം മരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 24ാമത് പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം വീണ്ടും നടക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കണേ? അല്ല, പോലീസിനാരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നൊന്ന്. അല്ല, താനെന്താ ഇവിടെ? ഇന്നലെ കണ്ടപ്പോ കുറച്ചു ദിവസമായിട്ട് നീ പട്ടിണിയാണെന്ന് തോന്നി. നോക്ക്, ഇവിടെയൊക്കെ നിറച്ച് ഈച്ചയാ. ഇതുവഴി വന്നപ്പോ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാന്ന്. വലിയ ഉപകാരം. താൻ സ്റ്റേഷനിലോട്ട് വയ്ക്കോ, ഞാൻ വന്നേക്കാം. ചെന്നൈ ചീപ്പാക്കം മൈതാനത്തിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ ഇന്നലെ നടന്ന വൺഡേ മാച്ചിൽ ശക്തമായ മഴയെ തുടർന്ന് കളി നിന്നുവെങ്കിലും ഇന്ത്യ ടീം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വിജയം മൂലം ICIC ലീഗിൽ ഇന്ത്യ വീണ്ടും മുൻപത്തിയിലെത്തിയതായി അറിയിച്ചിരിക്കുന്നു. അല്ല, താനെന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ തന്നെ ഇവിടെ ഓസിനാ താമസിക്കുന്നത്. തന്നെപ്പോലെ ഒരു ഭംഗിയുള്ള പെങ്കൊച്ചൊക്കെ എന്നെ ഇവിടെ കാണാമെന്നൊന്നും അറിഞ്ഞാലുണ്ടല്ലോ, തല്ലി ഒടിക്കാമാരുടെ കാല്. അത് മാത്രമല്ല, ഞാനൊരാണല്ലേ, താടിയെ കുറിച്ചൊരു ഭീകരൻ. തന്നെ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞല്ലോ. എന്തിനാ ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല മോനെ. എടോ, പിന്നല്ലാതെ വഴിയിൽ കണ്ട ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ കള്ളൻ, കൊള്ളക്കാരൻ, ഒരു പെണ്ണെന്നെ ഇട്ടേച്ചു പോയി, ഐ എം ഡിപ്രസ്ഡ്, ഇങ്ങനെ മൊത്തം വിശേഷങ്ങൾ ആരെങ്കിലും പറയോ? പ്ലീസ്, യു ആർ ആൻ ഇന്നസെന്റ് ഫൂൾ. എന്റെ ഓർമ്മയില് എന്റെ കാല് കണ്ടിട്ട് ഇത് കൊള്ളൂലെന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തൻ നീയാ. ഒരു മിനിറ്റേ. ഏയ്, കാല് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അന്ന് കണ്ടപ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നല്ല സെക്സി ആയിട്ടുണ്ട്. ഇപ്പൊ കാലും പിന്നെ ആളെ മൊത്തത്തിലൊക്കെ ഒന്ന് കാണുമ്പം കൊള്ളാം, സൂപ്പർ. മേലാൽ ഇങ്ങനെ പറയരുത്. എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. ഏയ്, എന്താ ഇത്? ഞാൻ തൊടാൻ വന്നൊന്നുമല്ല. തൊടുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ തൊടൂ. ഒരു മിനിറ്റ്. ഭാരതിയാർ കൗൺസിൽ, HR മാനേജർ, MOC. ഹൈറ്റ് ഒരു 5.11. ഓ, കാലിൽ ഹീൽസ് കിടപ്പുണ്ടല്ലോ, അപ്പോൾ 5.9. വെയിറ്റ് ഒരു 60 kg. 34, 28, 36. പ്ലീസ്, ഇങ്ങനെയൊന്നും പറയാതെ. എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്തിനാണോ ഇങ്ങനെ പച്ച കള്ളമൊക്കെ പറയുന്നത്? ഞാനെന്തിനാ കള്ളം പറയുന്നേ? പിന്നെന്താടോ,
തമിഴ്നാട്ടിൽ കല്യാണം കഴിഞ്ഞ് ഏത് പെണ്ണിനാണ് 28 വേസ്റ്റ് സൈസ് ഉള്ളത്? എല്ലാവരും ഓവർ സൈസ് അല്ലേ? എനിക്കും എക്സ്ട്രാ ലാർജ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ച് ടി വിയും കണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയും നടന്നില്ല. നല്ല രീതിയിൽ കുടിക്കാൻ പിടിച്ചു, അത്ര തന്നെ. എടോ, ഞാൻ തന്നെ റൂമിലേക്ക് വന്നിട്ടില്ല, സാൻഡ്വിച്ച് ചോദിച്ചിട്ടില്ല. താനായിട്ട് വന്നു, സാൻഡ്വിച്ച് മേടിച്ചു തന്നു. എന്തിനിങ്ങനെ നുണയൊക്കെ പറയുന്ന കുട്ടിയുണ്ടെന്നൊക്കെ. ഐ എം നോട്ട് ഗോയിങ് ടു പ്രപ്പോസ് യു, ഓക്കെ? എടോ, തന്നെ ഫ്രണ്ട് ആവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ. തന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ട്രേഞ്ചറാണ്. ലെറ്റ്സ് ബെറ്റർ ബി സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, ബൈ സ്ട്രേഞ്ചർ. തോരാതെ പെയ്യുന്ന പെരുമഴയത്ത് ഒരു താടിക്കാരൻ്റെ അടുത്ത് ഒരു പെണ്ണ് എങ്ങനെ അവൻ്റെ കഥ കേൾക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരി, അത് വിട്ടേക്ക്. അടുത്ത ദിവസം രാവിലെ അവൻ്റെ വാതിലിൽ മുട്ടി അവൾ അവനൊരു സാൻഡ്വിച്ച് കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതെല്ലാം പോട്ടേന്ന് വെക്കാം. 34, 28, 36 എന്നൊരുത്തൻ സൈസ് പറഞ്ഞിട്ടും അവന് ചെരുപ്പൂരി അടിക്കാതെ അവനോടൊപ്പം നിന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ച് പോകുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിച്ച് കാണും, ഉറപ്പായും ചിന്തിച്ച് കാണും. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ തടാകത്തിൽ ഇത്രയും വീടുകൾ എങ്ങനെയാ പൊങ്ങിയതെന്ന് ചിന്തിക്കാൻ തോന്നിയോ? തോന്നരുത്. തടാകത്തിൽ വീട് വെച്ചതിനും ഈ കഥയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏച്ചു കൂട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് മാന്യമഹാജനങ്ങളെ, ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയാലും കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിലും കൊള്ളാം.